ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു അടിപൊളി 2 ബെഡ്റൂം ഹൗസിൻ്റെ പ്ലാനാണ്. സോ ഈ ഒരു പ്ലാൻ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് 527 സ്ക്വയർ ഫീറ്റിലാണ്. ഈ 527 സ്ക്വയർ ഫീറ്റിൽ എന്തെല്ലാം ഫെസിലിറ്റീസാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഫസ്റ്റ് വീടിൻ്റെ എൻട്രി നോക്കാം. സിറ്റ് ഔട്ടാണ്. ലെങ്ത് ആയിട്ടുള്ള സ്റ്റെപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ സിറ്റ് ഔട്ടിൽ നിന്ന് ആക്സസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ലിവിങ് കം ഡൈനിങ് റൂമിലേക്ക്. അതുപോലെ തന്നെ ഇവിടെ പോർച്ച് ആണ് കൊടുത്തിട്ടുള്ളത്. പോർച്ചിൽ നിന്നും ഒരു ഡോറ് എൻട്രി നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിവിങ് ആൻഡ് ഡൈനിങ് ഏരിയയിലേക്കുള്ള എൻട്രി രണ്ടെണ്ണമാണ്, ആക്സസ് രണ്ടെണ്ണമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് സിറ്റ് ഔട്ടിൽ നിന്നും മറ്റൊന്ന് പോർച്ചിൽ നിന്നും. പിന്നീട് വരുന്നത് സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് കം ഡൈനിങ് ഏരിയ ആണ്. ലിവിങ്ങിന് വേണ്ടിയിട്ടുള്ള സെറ്റ് ഇവിടെയും പ്രൊവൈഡ് ചെയ്യാം, ഇവിടെയും പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെ ആ ഒരു ഏരിയ ലിവിങ്ങിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ ഡൈനിങ് ടേബിൾ വെക്കാനും ഡൈനിങ് ഏരിയ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയും. ദെൻ ബെഡ്റൂം 1ലേക്കുള്ള ആക്സസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും ബെഡ്റൂം 1ലേക്ക് ആക്സസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബെഡ്റൂം 2ലേക്കുള്ള ആക്സസ് ഇവിടെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നീട് വരുന്നത് ഒരു കോമൺ ടോയ്ലറ്റാണ്. ഈ ലിവിങ് ആൻഡ് ഡൈനിങ് ഏരിയയിൽ നിന്ന് ഒരു കോമൺ ടോയ്ലറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കിച്ചണിലേക്ക് ഇവിടെ ആണ് ആക്സസ് കൊടുത്തിട്ടുള്ളത്. ഈ കിച്ചണിൻ്റെ ഇവിടെ നമ്മൾ ഡോർ അല്ല കൊടുത്തിട്ടുള്ളത്, ഇവിടെ ഓപ്പൺ ആക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കിച്ചനോട് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു സ്റ്റോറും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ടോയ്ലറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഫെസിലിറ്റീസാണ് ഈ ഒരു വീടിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കിച്ചണിൽ നിന്ന് പുറത്തേക്കുള്ള ആക്സസ് ഇവിടെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ സ്റ്റെപ്സും കൊടുത്തിട്ടുണ്ട്. ഓരോ സ്പേസും എത്ര വരുന്നുണ്ട് ഏരിയ എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് സിറ്റ് ഔട്ട് 26.9 സ്ക്വയർ ഫീറ്റാണ് സിറ്റ് ഔട്ടിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു ബെഡ്റൂമിൻ്റെ ഏരിയ വിത്ത് ദിസ് ടോയ്ലറ്റാണ്. ഈ അറ്റാച്ച്ഡ് ടോയ്ലറ്റിൻ്റെയും കൂടെ ഏരിയ എന്ന് പറയുന്നത് 80.7 സ്ക്വയർ ഫീറ്റ്. ബെഡ്റൂം 2ൻ്റേത് 84.7 സ്ക്വയർ ഫീറ്റ്. പിന്നീട് ഈ ഒരു കോമൺ ടോയ്ലറ്റ് 10.76 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് ഏരിയ ആണ് ഈ പറയുന്നത്. ദെൻ കിച്ചൺ 67.8 സ്ക്വയർ ഫീറ്റ്. പോർച്ച് 30.27 സ്ക്വയർ ഫീറ്റ്. അപ്പോൾ ഈ ഒരു ഡൈനിങ് ആൻഡ് ലിവിങ് ഏരിയ വരുന്നത് 226.3 സ്ക്വയർ ഫീറ്റിലാണ്. ഈ ഒരു ഏരിയ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഏരിയ ആണ് പറയുന്നത്. അതായത് ഈ ടോയ്ലറ്റിൻ്റെ ഇവിടേക്കുള്ള ഈ സ്പേസുകളും അതുപോലെ ഇതൊരു വാഷ് ഏരിയ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു സ്പേസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് 226.3 സ്ക്വയർ ഫീറ്റ് വരുന്നത്. സോ ബേസിക്കായിട്ട് ഇത്രയാണ് ഈ ഒരു പ്ലാനിൻ്റെ ഡീറ്റെയിൽസ് പറയാനുള്ളത്. അപ്പോൾ 527 സ്ക്വയർ ഫീറ്റിൽ ഒരു അടിപൊളിയായിട്ടുള്ള വീടിൻ്റെ പ്ലാന് റെഫറൻസിന് വേണ്ടിയിട്ട് ഈ ഒരു പ്ലാന് യൂസ് ചെയ്യാൻ പറ്റും.